റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തുന്നു. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ കോട്ടക്കലിനടുത്ത് വളാഞ്ചേരിയിൽ നിന്നാണ് തത്സമയം പ്രേക്ഷകർക്കൊപ്പം എത്തുന്നത്. കുരുക്ഷേത്രം തത്സമയം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ഒരൊറ്റ തവണ മാത്രം ഇടത്തേക്ക് ചാഞ്ഞ മണ്ഡലമാണ് പൊന്നാനി. അതിനുശേഷം ഇങ്ങോട്ട് GM ബനത്വാലയും ഇബ്രാഹിം സുലൈമാൻ സേട്ടും ET മുഹമ്മദ് ബഷീറും അഹമ്മദും അങ്ങനെ പൊന്നാപുരം കോട്ടയായി UDFന്റെ കോട്ടയായി കാത്തുസൂക്ഷിച്ച പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ അട്ടിമറി വിജയത്തിന് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി ഇറക്കിയിരിക്കുകയാണ് LDF. KS ഹംസ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ CPMന്റെ ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുമ്പോൾ മണ്ഡലം മാറിയെത്തുന്ന അബ്ദുൽ സമദ് സമദാനി എന്ന കോട്ടക്കൽക്കാരനായ പൊന്നാനി മണ്ഡലത്തിലെ സ്വദേശി കൂടിയായ സ്ഥാനാർത്ഥിയെ കടപുഴക്കാൻ കഴിയുമോ? ഒപ്പം നിവേദിത സുബ്രഹ്മണ്യനെ ഇറക്കി NDAയും കളം പിടിക്കുന്നു. ഇപ്പോൾ അന്തരീക്ഷത്തിൽ നിൽക്കുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. സാധ്യമായ എല്ലാ ആയുധങ്ങളും പുറത്തെടുത്തിരിക്കുകയാണ് NDA മുന്നണി. ഈ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റിലേക്ക് കുതിക്കുമെന്ന് ആത്മവിശ്വാസമുണ്ടായിരുന്ന NDAക്ക് പകർച്ചയുണ്ടാവുന്നുണ്ടോ? രാഹുൽ ഗാന്ധി പറയുന്നത് ഭീതിയിൽ നിന്നാണ് ഒരു സ്വേച്ഛാധിപതിയുടെ ഇത്തരം പ്രവണതകൾ ഉണ്ടാവുക എന്നതാണ്. നമ്മൾ പരിശോധിക്കുകയാണ് പൊന്നാനിയുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ എന്താണ്. നമുക്കൊപ്പം അതിഥികളായി NDA പ്രതിനിധി രവി തേലത്ത്, LDFന്റെ പ്രതിനിധി ജയൻ, അല്പസമയത്തിനകം UDFന്റെ പ്രതിനിധി PK നവാസും നമുക്കൊപ്പം ചേരും. വളാഞ്ചേരിയിൽ നിന്നാണ് തത്സമയം പ്രേക്ഷകരിലേക്ക് കുരുക്ഷേത്രം തത്സമയം എത്തുന്നത്. ആദ്യം രവി തേലത്തിലേക്ക്. രവി തേലത്ത്, ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ, PK നവാസ് കൂടി എത്തിയിട്ടുണ്ട്. രവി തേലത്ത്, അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് സൂചിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു നരേന്ദ്രമോദി എന്നതിന്റെ ലക്ഷണമാണോ? മൈക്ക് സർ. അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഇത് ആദ്യമായിട്ട് ഒരാഴ്ചക്കുള്ളിലോ അല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ആരവം മുറങ്ങിയതിന് ശേഷമുള്ള ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് വന്നതല്ല. ദീർഘകാലമായി മദ്യ നയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതിയും അതിൽ അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിലുള്ള ഉപമുഖ്യമന്ത്രി തന്നെ ഇപ്പോഴും ജയിലിലാണ്. ഒരു വർഷമായി അദ്ദേഹത്തെ അത് തന്നെ ഈ മുഖ്യമന്ത്രിക്കെതിരെ ഒരു തെളിവും കണ്ടെത്താൻ കഴിയാതെയാണ് ED അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അങ്ങനെയല്ല, ഉപമുഖ്യമന്ത്രി ജയിലിൽ കിടക്കുമ്പോൾ ഈ നാട്ടിലെ നിയമം അനുസരിച്ച് കൊലക്കേസിലെ പ്രതികൾ വരെ ഉള്ള ആളുകൾക്ക് കോടതിയിൽ ഹാജരാകാനും, അതും കോൺഗ്രസ്സുകാരനായ മനു അഭിഷേക് സിംഗിയെ പോലുള്ള വളരെ പ്രമുഖരായ, അത് ഈ CPMന്റെ പഴയ ലോട്ടറി മാഫിയ വിഷയത്തിലും അദ്ദേഹം തന്നെയാണ് അന്ന് ഇടപെട്ടത്, കോൺഗ്രസ്സുകാരനാണെങ്കിലും. അപ്പോൾ അത്തരത്തിൽ പ്രമുഖനായ ഒരു അഭിഭാഷകൻ തന്നെ ഈ കേസിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് 100 കോടി രൂപ അരുൺ, ദയവായി വിഷയം മാറ്റരുത്. അത് നിങ്ങൾ അടുത്ത ചോദ്യം ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞോളാം. ഈ വിഷയത്തിന് ഉത്തരം പറയാൻ നിങ്ങൾ സമ്മതിക്കണം. അതായത് ഈ വിഷയത്തിൽ അത്തരത്തിലുള്ള കേസ് എല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പ്രഗത്ഭനായ വക്കീൽമാർ സുപ്രീം കോടതിയിൽ ഉണ്ടായിട്ട് പോലും കഴിഞ്ഞ ഒരു വർഷക്കാലമായി സിസോദിയ ജയിലിലാണെന്ന് പറയുന്നത് തന്നെ അതിൽ കോടതി കൃത്യമായ തെളിവ് ഹാജരാക്കിയത് കൊണ്ടാണ്. 2.5% മാത്രമാണ് EDയുടെ കൺവിക്ഷൻ റേറ്റ്. സാർ, ED കേസെടുത്തിരിക്കുന്ന കേസുകളുടെ മൊത്തം ചരിത്രം പരിശോധിച്ചാൽ ഞാൻ ചോദിപ്പിച്ചത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി പലതവണ കോടതിയുടെ മുമ്പാകെ ഇത് ഹാജരാക്കുമ്പോഴും കോടതിയിൽ തെളിവ് നൽകുമ്പോഴും ഒക്കെ ഇത് അവിടെ ചർച്ച രൂപ പോലും അതല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി ഒരു കാര്യമില്ലാതെ ഒരു വർഷം ജയിലിൽ കിടക്കുന്നതാണ്. 70,000 രൂപയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിൽ മാത്രം ബഹുമാനപ്പെട്ട നീതിപീഠം ഇന്ത്യ മഹാരാജ്യത്ത് അതപ്പതിച്ചു പോയിട്ടൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു തെളിവുമില്ലാതെ ഒരു വർഷം അകത്ത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അരവിന്ദ് കെജ്രിവാൾ അത് മാത്രമല്ല, ഒന്നത്. രണ്ടാമത്തെ കാര്യം, അതിന്റെ ഭാഗം കൂടിയാണ് ഈ അരവിന്ദ് കെജ്രിവാളിന്റെ വിഷയം. അരവിന്ദ് കെജ്രിവാൾ ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള മൂവ്മെന്റ് എന്തുകൊണ്ടാണ് പെറ്റീഷൻ പിൻവലിച്ചത്? ഇപ്പം ആ ജാമ്യത്തിന് വേണ്ടിയുള്ളതല്ല, അത് ക്വാഷിന് വേണ്ടി സുപ്രീം കോടതി കൊടുത്തതാണ്. റിമാൻഡ് റിപ്പോർട്ട് വേണ്ടി ക്വാഷി എന്നുള്ളത് കൊണ്ടാണ് പിൻവലിച്ചത്. സാങ്കേതികമായി അത് തന്നെ സാങ്കേതിക പ്രശ്നം. സാങ്കേതികമായി ഈ വിഷയം വരുന്നത് തന്നെ ഇവർക്ക് ഇവരുടെ ഭാഗത്തു നിന്ന് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട സ്ഥലത്ത് ബോധ്യപ്പെടുത്തേണ്ട സമയത്ത് ബോധ്യപ്പെടുത്താൻ സാധിക്കാത്തതുകൊണ്ടാണല്ലോ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണോ? ഇതാണ് അതിന്റെ കാര്യം. രണ്ടാം അറസ്റ്റിന്റെ പ്രൊസീജിയറിന് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധമൊന്നുമില്ല. എന്തുകൊണ്ട് ഇല്ല? ആം ആദ്മി പാർട്ടിയുടെ 4 നേതാക്കളെ രാഷ്ട്രീയപരമായ ആരോപണം ഒന്നും തെളിയിച്ചിട്ടില്ല. അതൊന്നുമല്ല. അത് തീർന്നില്ല. ഞാൻ രാഹുൽ ഗാന്ധി പറഞ്ഞുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. രാഹുൽ ഗാന്ധി പറഞ്ഞ ഏകാധിപതിയുടെ കാര്യം വെച്ചാൽ പണ്ട് ഇന്ദിരാഗാന്ധിയെ കുറിച്ച് പറഞ്ഞായിരിക്കും. രാഹുൽ ഗാന്ധിക്ക് പരിചയമുണ്ടല്ലോ, അച്ഛന്റെ അമ്മ മുത്തശ്ശി പണ്ട് ഏകാധിപതിയായിരുന്നു. ഈ ആളുകളെ മുഴുവൻ സ്വാതന്ത്ര്യം കൊടുക്കാതെ എല്ലാവരും ഇരുട്ടറയിൽ അടിച്ച് പത്രക്കാരും പ്രവർത്തിക്കാതെ കമ്മ്യൂണിസ്റ്റുകാരെയും ജനസംഘക്കാരെയും RSSകാരെയും ഒക്കെ ജയിലിലിട്ട പഴയ ഇന്ദിരാഗാന്ധി
ഗാന്ധിയുടെ ആ സ്വഭാവമാണ് എന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു പോകുന്നതാണ്. ഇതിന് അതുമായിട്ട് ഒരു ബന്ധവുമില്ല. കോൺഗ്രസിന്റെ അതുമായിട്ട് ഒരു ബന്ധവുമില്ല. 7 വർഷത്തെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട കേസുകൾ വരുന്നു. അവർക്ക് ഇതിനൊക്കെ നിയമപരമായി സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എല്ലാ നടപടി സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കൗതുകകരമായ ഒരു കാര്യമുണ്ട്. ആ കണക്കൂടെ പറഞ്ഞിട്ട് ഈ ജയിലിലേക്ക് പോവാം. നോക്കൂ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മദ്യനയ കേസിലെ ആരോപണം നേരിടുന്ന പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ വാങ്ങിയിട്ടുണ്ട് 50 കോടി. അതൊക്കെ നിങ്ങൾ ഞങ്ങളല്ല, ഇലക്ട്രൽ ബോണ്ട് പിന്നെ സംഭാവനയുമായി ബന്ധപ്പെട്ട വിഷയം മറ്റൊരു വിഷയം. ഇലക്ട്രൽ ബോണ്ട് നയമാണ്. അതൊരു സർക്കാർ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട സംഭാവന നോക്കൂ, അങ്ങനെ നരേന്ദ്രമോദി ഇന്ത്യ മുന്നണി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഏകോപിപ്പിച്ചു എന്ന തരത്തിലുള്ള ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് പ്രകാരം ഇന്നിപ്പോൾ ഉത്തരവ് അല്പസമയത്തിനുള്ളിൽ വരും. കസ്റ്റഡിയിലാണോ റിമാൻഡിലോ പോകുമോ ഇല്ലയോ എന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. നോക്കൂ, ഒരു പാർട്ടിയിലെ 4 പ്രധാനപ്പെട്ട നേതാക്കൾ ഇതിനകം തന്നെ ജയിലിലായി കഴിഞ്ഞിരിക്കുന്നു. കള്ളക്കടത്തുകാരെയും ഈ പറയുന്ന അഴിമതിക്കാരെയും മുഴുവൻ പിടിച്ചകത്തിടും. കരുവന്നൂരിലേക്ക് നോട്ടമിട്ടിട്ടുണ്ട് ED എന്നതിന്റെ സൂചനയാണോ ഈ ചെയ്യുന്നത്? നോക്കൂ, ഇവിടെ സൂചിപ്പിച്ച പോലെ BJP RSSന്റെ രാഷ്ട്രീയ നിലപാട് എന്താ? ഭയപ്പെടുത്തുക എന്നുള്ളതാണ്. ആ ഭയപ്പെടുത്തൽ രാഷ്ട്രീയത്തിന് അവരെല്ലാ കാര്യങ്ങളും ഉപയോഗപ്പെടുത്തുന്നു. ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾ, ആ അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച് ആരൊക്കെ അവർ വേട്ടയാടിയിട്ടുണ്ട്? BJP RSSലേക്ക് വന്ന കോൺഗ്രസിൽ അഴിമതി നടത്തി കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി ആസാമിലെ മുഖ്യമന്ത്രി എന്താ ഇവർ അന്വേഷിക്കാത്തത്? അജിത് പവാർ എവിടെയപ്പം നിൽക്കുന്നത്? BJP RSSന്റെ കൂടെയാണ്. അപ്പോൾ അവരെ ഒന്നും ഇവർ ശിക്ഷിക്കാനോ അവരെ പിടിക്കാനോ BJP RSSന്റെ അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞില്ല. അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുള്ള BJP RSSനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവർ അഴിമതിക്കാരല്ല. ആ നിലപാടാണ് BJP RSS സ്വീകരിക്കുന്നത്. എത്ര നേതാക്കന്മാരെ കുറിച്ച് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഇന്ത്യ കോൺഗ്രസിൽ നിന്ന് BJPയിലെത്തിയിട്ടുള്ള എല്ലാ നേതാക്കന്മാരും, ആ നേതാക്കന്മാർ ആരെ ഭയപ്പെടുന്നത്? അന്വേഷണ ഏജൻസികളെയാണ്. അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം രാഷ്ട്രീയത്തെ കരുപ്പിടിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ BJP RSS പരിശ്രമിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഇപ്പോൾ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യ മുന്നണിയിൽപ്പെട്ട നേതാക്കന്മാർ, അതിൻ്റെ മുഖ്യമന്ത്രിമാരെ വേട്ടയാടാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയാണോ? ഇപ്പോൾ തമിഴ്നാട്ടിൽ എന്താ നടക്കുന്നത്? തുടങ്ങിയ എല്ലാ മേഖലയിലും അന്വേഷണ ഏജൻസികൾ മാത്രമല്ല, ഗവർണർമാരെ ഉപയോഗിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അടുത്തടുത്ത ദിവസങ്ങളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ സുപ്രീം കോടതി വിധികളും നിങ്ങളെടുത്ത് പരിശോധിക്കുക. എന്താ മറ്റേ തമിഴ്നാട്ടിലെ ഗവർണറോട് ആലങ്കാരിക പദവി മാത്രമാണ് എത്ര തവണയാണ് ഓർമ്മിപ്പിച്ചത്? എന്തിനു വേണ്ടിയാണ് അവർ ഗവർണർമാരെ ഉപയോഗപ്പെടുത്തുന്നത്? ഗവർണർമാരുടെ ആലങ്കാരിക പദവി ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകൾ അസ്ഥിരപ്പെടുത്താൻ ഇവർ പരിശ്രമിക്കുന്നു. കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ സ്ഥിതി എന്താ? എന്താ ഗവർണർമാർക്കെതിരായിട്ട് കോടതിയിൽ നിലനിൽക്കാത്ത സാഹചര്യമുണ്ട്. ഇലക്ട്രൽ ബോർഡിന്റെ കാര്യത്തിൽ ശരി, CPM-ന്റെ നിലപാട് വിജയിച്ചു. പക്ഷേ ഗവർണറുടെ കാര്യത്തിൽ പാതിയെ വിജയിച്ചുള്ളൂ. സർവകലാശാലയുടെ പരമാധികാരി എന്നോടാണ് ചോദ്യം. കമ്മീഷൻ പറ്റി ശീലമുള്ളതും നേരിട്ട് വാങ്ങിക്കാതെ DMK-യുടെ കൈ കൂടി ഇങ്ങോട്ട് വാങ്ങി. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ഇലക്ട്രൽ ബോണ്ടാണോ വലുത്, കമ്മീഷനാണോ വലുതെന്നൊരു ചോദ്യമുണ്ട്. ഇലക്ട്രൽ ബോണ്ട് DMK വാങ്ങി DMK-യുടെ കയ്യിൽ നിന്ന് കണക്കുപ്പെടാതെ വാങ്ങുന്ന രീതിയാണ്. കോപ്പറേറ്റീവ് ബാങ്കുകൾ മുഴുവൻ കൊണ്ട് ഈ പണിയാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സംഭാവന വാങ്ങിയെന്ന് ബോണ്ട് കൂടി വ്യക്തമാണ്. കള്ളപ്പണത്തിന് കണക്കില്ല. കണക്കില്ല. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കുംഭകോണമാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ പുറത്തു വന്നത്. ആ ഇലക്ട്രൽ ബോണ്ടിലൂടെ കോടിക്കണക്കിന് രൂപയാണ് ഇവർ സമ്പാദിച്ചത്. സാന്റിയാഗോ മാർട്ടിൻ എന്താ ഇവിടെ പറയാനുള്ളത്? കേരളത്തിലെ ദേശാഭിമാനിക്ക് ഒരു പരസ്യം നൽകി എന്നുള്ളതിന്റെ പേരിൽ ദേശാഭിമാനിയും CPIM-നെയും വേട്ടയാടിയവരാണ് ഇവർ. എത്ര കോടി അവർ കൈപ്പറ്റിയത്? കോടിക്കണക്കിന്. കോടതി വെളിപ്പെടുത്തുന്നത് DMK എന്ത് പറഞ്ഞു? ഞങ്ങൾക്ക് ഇലക്ഷൻ ബോണ്ടുമായി ബന്ധപ്പെട്ട് സാന്റിയാഗോ മാർട്ടിൽ നിന്ന് ഇത്ര കോടി കിട്ടി. എന്റെ BJP RSS വെളിപ്പെടുത്താത്തത് ശതകോടിക്കണക്കിന് രൂപ അദാനിയിൽ നിന്നും അംബാനിയിൽ നിന്നും എല്ലാ കള്ളന്മാരുടെ കയ്യിൽ നിന്നും ജനാധിപത്യത്തിന്റെ മേന്മ പറയുന്നവരാണ് BJP RSS. ഏറ്റവും വലിയ അന്വേഷണം നടത്തേണ്ടത്. നമ്മൾ സംഭാവന വാങ്ങിച്ചത് ഇലക്ട്രൽ ബോണ്ട് വഴി കൃത്യമായി സർക്കാർ എടുത്ത നയത്തിന്റെ ഭാഗമായിട്ടാണ്. അത് നയമാണ് സുപ്രീം കോടതി നോട്ടിക്കളഞ്ഞത് സാർ. അഴിമതി നയമായിരുന്നു. അഴിമതി നയമായിരുന്നു. സുപ്രീം കോടതി അത് തെറ്റാന്ന്. ഇവരായിരുന്നു ഒരു സ്ഥലത്തും പോകുന്നില്ല. കോപ്പറേറ്റീവ് ബാങ്ക് കൊണ്ടുപോയി കള്ളപ്പണക്കാരുടെ കയ്യിൽ നിന്ന് കമ്മീഷൻ വാങ്ങി കൊണ്ടുവച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകള്. കള്ളപ്പണം കൊണ്ടുപോയി കോപ്പറേറ്റീവ് ബാങ്ക് കൊണ്ടുപോയി പൂഴ്ത്തിയിരിക്കുകയാണ്. ഒരു കണക്കുമില്ല, ഒരു ബോണ്ടുമില്ല.
ബോണ്ടും ഒരു കണക്കില്ല. കൊണ്ടുപോയി കോപ്പറേറ്റീവ് ബാങ്ക് കൊണ്ട് പൂഴ്ത്തിയിരിക്കുകയാണ്. എന്താ കോപ്പറേറ്റീവ് ബാങ്കിനെതിരായിട്ട് ഒറ്റ സംശയം ഒരു സംശയം ചെയ്യാൻ ഒരു സംശയം അല്ലല്ല ഒരു നിമിഷം അല്ലല്ല പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കരുത് കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ച കാര്യത്തെക്കുറിച്ച് ചന്ദ്രിക അഴിമതിയെക്കുറിച്ച് ജലീൽ പറഞ്ഞപ്പോ മിണ്ടാതിരിക്കാൻ പിണറായി പറഞ്ഞു. രവി ഒറ്റ സംശയം കോപ്പറേറ്റീവ് ബാങ്കിലെ കോടിക്കണക്കിന് രൂപയുടെ കണക്കില്ല. ശരി ഒരു സംശയം ഏതെങ്കിലും ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ ഇപ്പൊ KYC ഇല്ലാത്ത നിക്ഷേപം സ്വീകരിക്കുന്നുണ്ടോ? കോപ്പറേറ്റീവ് ബാങ്കിൽ എന്നിട്ടാണോ നിങ്ങൾ ഉണ്ടോ ഇല്ലയോ അത് പറയൂ അങ്ങ്. ഉണ്ടെങ്കിൽ KYC ഇല്ലാതെ ഏതെങ്കിലും കോപ്പറേറ്റീവ് സ്ഥാപനത്തിൽ ഇപ്പോൾ നിക്ഷേപം സ്വീകരിക്കുന്നുണ്ടോ? കോപ്പറേറ്റീവ് ബാങ്കിലെ നിക്ഷേപം സ്വീകരിക്കുന്നത് KYC ഉള്ള നിക്ഷേപം ഉണ്ടോ KYC ഇല്ലാത്ത അങ്ങനെയാണ്. ഒരു നിമിഷം KYC ഇല്ലാത്ത നിക്ഷേപം ഉണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ എന്താ ചെയ്യേണ്ടത്? അല്ല അതുകൊണ്ടല്ലേ കേന്ദ്ര സർക്കാർ ഏതെങ്കിലും ഒരു ബാങ്കിൽ KYC ഇല്ല എന്റെ പേരിൽ നടപടി രവിയോട് എനിക്ക് ചോദിക്കാണ്ട്. രവി, ഞാനും വരുന്നത് താനൂർ നിയോജക മണ്ഡലത്തിൽ നിന്നാണ്. താനൂർ നിയോജക മണ്ഡലത്തിൽ BJPക്ക് ഒരു ബാങ്ക് ഉണ്ട്, താനൂർ സർവീസ് സഹകരണ ബാങ്ക്. എന്തിന്റെ പേരിൽ അടച്ചുപൂട്ടിയത്? താനൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ ഒരു അഴിമതി നടത്തിയതിന്റെ പേരിലല്ല. കോപ്പറേറ്റീവ് ബാങ്കിലകത്ത് സ്വാഭാവികമായിട്ടുള്ള ഡെപ്പോസിറ്റുകൾ മുഴുവൻ BJP ആയപ്പോ പിൻവലിച്ചു പോയി. വരുമാനവും ചെലവും തമ്മിൽ കൊണ്ടുപോകാൻ പറ്റാത്ത ലോസ് സംഭവിച്ചു. സാമ്പത്തിക നഷ്ടം, നഷ്ടവും അഴിമതി വ്യത്യാസമുണ്ട്. അഴിമതി വേറെ, സാമ്പത്തിക നഷ്ടം വേറെ. മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള നിരവധി ബാങ്കുകളിലെ കള്ളപ്പണത്തിലെ പ്രശ്നമുണ്ട്. അതെന്താ ഈ സർക്കാർ അന്വേഷിക്കാതെ? എന്തിനാ അമിത് മാഷ സർക്കാർ നോമിനേറ്റ് ചെയ്ത് ലീഗും CPM തമ്മിലെ കള്ളപ്പണ ബന്ധമാണ്. നിങ്ങൾക്ക് അതാണ് പ്രശ്നം. നമുക്ക് രണ്ടാം റൗണ്ടിൽ ഇത് വിശദമായി ചർച്ച ചെയ്യാം. ഞാൻ PK നവാസിനെ കൂടി ചർച്ചയിലേക്ക് ക്ഷണിക്കുന്നു. അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ റിമാൻഡിലാകുമോ ഇല്ലയോ എന്ന് നമുക്കറിയാം. റോസ് അവന്യൂ കോടതി കേസ് പരിഗണിച്ചു കഴിഞ്ഞു. വിശദമായ വാദം കേട്ടിരിക്കുകയാണ്. ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ പ്രതിരോധിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ഇനി രണ്ട് സ്ഥാനാർത്ഥികളെ മത്സരിക്കേണ്ടതുണ്ടോ ഈ മണ്ഡലത്തിൽ? തീർച്ചയായും വളരെ പ്രാധാന്യമുള്ളൊരു ചോദ്യമാണത്. ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ട. ഇന്നലെ രാത്രി നമുക്കറിയാം ഈ രാജ്യം സ്വാതന്ത്ര്യത്തിന് ശേഷം കണ്ട ഏറ്റവും അപൂർവമായ ഘട്ടങ്ങളിലൂടെ കടന്നു പോവാണ്. ഇന്നലെ രാത്രി അർദ്ധരാത്രിയിലാണ് ഇന്ത്യ മുന്നണി നേതാക്കന്മാർ യോഗം ചേരുന്നത്. എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം ഇന്ന് രാവിലെ എടുക്കുന്നത്. അപ്പോൾ രാജ്യത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടം പ്രധാനപ്പെട്ട രണ്ട് ടൂളുകൾ ഉപയോഗിക്കുന്നത് 2 ദിവസത്തിനിടെ നമ്മൾ കണ്ടു. ഒന്ന് ED ആണ്, മറ്റൊന്ന് IT ആണ്. IT ഉപയോഗിച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ പാരമ്പര്യത്തിന്റെ അത്രത്തോളം പ്രായമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ബാങ്ക് അക്കൗണ്ടുകൾ മുഴുവൻ അസ്ഥിരപ്പെടുത്തി. അത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ് അത് ബാൻ ചെയ്ത് നിർത്തിവെച്ചു. ഇപ്പുറത്ത് മറ്റൊരു ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രിയെ ജയിലിൽ അടയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. ഈ ഘട്ടത്തിൽ ഇന്ത്യ മുന്നണി ഒരു ബദലാണ്. ഞങ്ങൾ പറയുന്നത് ഇന്ത്യ മുന്നണി ഒരു ബദലാണ്. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ ഒരു മുഖ്യമന്ത്രി അകത്ത് കിടക്കുമ്പോൾ ജയിലിലേക്ക് പോകുന്നു എന്ന വഴിയിൽ നിൽക്കുമ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്നത് ഇന്ത്യ മുന്നണി നേതാക്കന്മാർ എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് പത്രസമ്മേളനം നടത്തുന്ന അപൂർവമായ രംഗം നമ്മളിപ്പോൾ കണ്ടു. ഒരു പ്രതിരോധമുണ്ട്, BJPക്ക് ബദലുണ്ട് എന്ന് ഇന്ത്യയോട് വിളിച്ചു പറയാണ്. അത് ഇന്ത്യ മുന്നണിയാണ് എന്ന് വ്യക്തമാണ്. ഇനി നിങ്ങൾ ചോദിച്ച ചോദ്യം, ഈ നിയോജക മണ്ഡലത്തിൽ ഇന്ത്യ മുന്നണി പ്രതിനിധിയായി ആര് പോകണം എന്നതാണ്. അതിന് ഏറ്റവും അവസാനത്തെ ഉത്തരവാണ് ഈ കഴിഞ്ഞ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭാരത് ജോഡോ യാത്രയുടെ സമാപനം നടന്നപ്പോൾ ഞങ്ങളില്ല എന്ന് പറഞ്ഞ CPM അല്ല, അതിന് മുമ്പിൽ നിന്ന UDFന്റെ സഖ്യകക്ഷികളാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നത് എന്ന് ആർക്കും വായിച്ചെടുക്കാൻ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയമായിട്ടുള്ള മറുപടിയാണ്. ഈ ജനന് ക്വിക്ക് റെസ്പോൺസ് വേണം. നോക്കൂ, ഈ മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്, അത് CPMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാത്തത് എന്നൊരു ഒറ്റ കാരണമേ ഉള്ളൂ. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്രയുടെ 2ാം ഘട്ടത്തിന്റെ സമാപന സമ്മേളനത്തിൽ നിങ്ങളെ കണ്ടില്ല, CPIയെയും കണ്ടില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷത്തിന് പിന്തുണയായി ലീഗ് അവിടെ ഉണ്ടാവുമെന്നുള്ളത് അവരുടെ ഉറപ്പാണ് സാർ. ഇന്ത്യ മുന്നണിന്റെ എല്ലാ യോഗങ്ങളിലും പങ്കെടുക്കാമെന്ന് CPM പറഞ്ഞിട്ടില്ല. അങ്ങനെ നിങ്ങളെ വേണ്ടെന്ന് ജനങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടെ. പിന്നെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റൂല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ഞങ്ങൾ നിലപാട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. BJP RSSനെ പുറത്താക്കുക. ആ നിലപാടുമായി ബന്ധപ്പെട്ട് അതിന് ഭൂരിപക്ഷം വരുന്ന സമയത്ത് എങ്ങനെ 1ാം UPA ഗവൺമെന്റ് ആ തെരഞ്ഞെടുപ്പിന് മതനിരപേക്ഷ പറഞ്ഞിട്ടില്ല.
ഒന്നാം UPA ഗവൺമെന്റ് രൂപപ്പെട്ടത് എങ്ങനെയാ? ആ തെരഞ്ഞെടുപ്പിന്റെ മുന്നേ ഞങ്ങൾ കോൺഗ്രസിന് പിന്തുണ കൊടുക്കുന്നു പറഞ്ഞോ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഭൂരിപക്ഷം കിട്ടി. എന്റെ സംശയത്തില്ല. നിങ്ങൾ പശ്ചിമ ബംഗാളിൽ പോകുമ്പോൾ, പശ്ചിമ ബംഗാളിൽ വരുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്ക് പിന്തുണ കൊടുക്കും. സമാപന സമ്മേളനം വലിയ വിജയമാണെന്ന് കാണുമ്പോൾ ബാക്കി എല്ലാവരും എത്തുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് മാറും. നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും ഇന്ത്യ മുന്നണിയുടെ ഒരു നേതാവ് എന്ന രീതിയിൽ? ഒറ്റത്തൊളിവുള്ളൂ ഒന്നാം UPA ഗവൺമെന്റ്. ആ ഒന്നാം UPA ഗവൺമെന്റിൽ ഇടതുപക്ഷ എംപിമാർ അപ്പൊ അതിനുള്ള മറുപടിയാണ് നോക്കൂ, ഇന്ത്യ മുന്നണി ഒരു പ്രീ പോൾ അലയൻസ് അല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഉറപ്പ് നൽകിയിട്ടില്ല CPM. അങ്ങനെയാണെങ്കിൽ CPM ഒരു കാര്യം കൂടി വ്യക്തമാക്കണം. നിങ്ങൾ ഈ മുന്നണിക്ക് അകത്തുണ്ടോ ഇല്ലേ എന്ന് വ്യക്തമാക്കേണ്ടതാണ്. ഞാൻ പറയാം. ഇത് മധുരയിലെ CPM സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററാണ്. മധുരയിൽ മത്സരിക്കുന്ന CPM വെങ്കടേഷ് എന്ന് പറഞ്ഞ CPM സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററാണ്. ഇതിൽ നിൽക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികൾ, ഒന്ന് സ്ഥാനാർത്ഥിക്ക് ഇടത്തും വലതും നിൽക്കുന്നത് രാഹുൽ ഗാന്ധിയും സ്റ്റാലിനുമാണ്. എവിടെ CPM നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയെ ഉയർത്തി കാണിച്ച് വോട്ട് വാങ്ങുകയും എന്നാൽ രാഹുൽ ഗാന്ധിയുടെ മുന്നണിക്കകത്ത് ഞങ്ങളില്ല, അത് ആലോചിക്കാമെന്ന് പറയുന്ന ആ കാപ്പറ്റ്യത്തെ അങ്ങനെ രണ്ടാം നമ്പർ ബസ് രണ്ടാം തരം പൗരന്മാരായി ഈ ഇവിടുന്ന് പോകുന്ന ഒരു MP മാറേണ്ടതില്ല. രാഹുൽ ഗാന്ധിക്ക് നേരിട്ട് ഇന്ത്യ മുന്നണിയുടെ എല്ലാ യോഗങ്ങളിലും അതിന്റെ പൊതുപരിപാടികളിലും പങ്കെടുക്കാന്ന് CPIM വാക്ക് കൊടുത്തിട്ടില്ല. ഞങ്ങൾക്ക് യോജിപ്പില്ല ഇന്ത്യ മുന്നണിയുടെ എല്ലാ. രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ച് നിങ്ങൾ വോട്ട് നേടുകയും രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്രയ്ക്ക് നിങ്ങൾ പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ബീഹാറിൽ വന്നാൽ ബീഹാറിൽ ലല്ലു പ്രസാദ് യാദവിന്റെ ഫോട്ടോ വെച്ച് വോട്ട് പിടിക്കുന്നില്ല. രാഹുൽ ഗാന്ധിന്റെ വോട്ടല്ല, അതിനേക്കാൾ കൂടുതൽ. പക്ഷേ നിങ്ങൾ നോക്കൂ, തമിഴ്നാട്ടിൽ ഒരു നിമിഷം തമിഴ്നാട്ടിൽ നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ച് വോട്ട് പിടിക്കുന്നുണ്ടോ ഇല്ലയോ? രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ ആ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്രയിൽ നിങ്ങൾ പങ്കെടുക്കണ്ടേ? ഇന്ത്യ മുന്നണി രൂപപ്പെട്ടിട്ടില്ലല്ലോ. കേരളത്തിൽ രണ്ടും കേരളത്തിൽ വിടൂ, നിങ്ങൾ തമിഴ്നാട്ടിലെ കാര്യങ്ങളും പറയൂ. ദേശീയ നേതാക്കൾക്ക് പങ്കെടുക്കാനില്ലേ ബോംബെയിലെ സമ്മേളനത്തിൽ? മഹാരാഷ്ട്ര ബോംബെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് ഇടതുപക്ഷം അറിയിച്ചിട്ടുണ്ടല്ലോ. അതിന്റെ കാരണം എന്താ? കാരണങ്ങളുണ്ടാവും. എന്താണ് കാരണം? ഇന്ത്യ മുന്നണി വിളിച്ച യോഗത്തിൽ ഞങ്ങൾ പറഞ്ഞല്ലോ, അതിന്റെ കേന്ദ്ര എക്സിക്യൂട്ടീവിലേക്ക് കൺവീനർ കൊടുത്തില്ല. എന്തുകൊണ്ട് നിങ്ങൾ ഈ ജാഥയിൽ സമാപനത്തിൽ പങ്കെടുത്തില്ല? എന്തുകൊണ്ട്? നിങ്ങൾ മറുപടി പറ. ഈ ജനങ്ങളോട് മറുപടി പറ. എന്തുകൊണ്ട് നിങ്ങൾ പങ്കെടുത്തില്ല? ആഗ്രഹത്തിനനുസരിച്ച് ഞങ്ങളുടെ നിലപാട് ജനങ്ങളുടെ ആഗ്രഹമാണ് ഇന്ത്യ മുന്നണി. അപ്പുറത്തേക്ക് BJP തകർക്കാൻ ജനങ്ങളുടെ ആശയത്തിന് പേര്, ജനങ്ങളുടെ ആഗ്രഹത്തിന് പേര് ഇന്ത്യ മുന്നണി. അതിന് കൂടെ ഇല്ലാത്ത ഇടതുപക്ഷത്തെ ജനങ്ങൾ വേണ്ടെന്ന് വെക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ. അതായത് കാര്യങ്ങൾ വ്യക്തമാണ്. ആദ്യ റൗണ്ടിൽ എന്തുകൊണ്ട് ലീഗിന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം? ജയൻ നോക്കൂ, ലീഗിന്റെ സ്ഥാനാർത്ഥി എന്തുകൊണ്ട് വിജയിപ്പിക്കണം എന്നതിന്റെ രാഷ്ട്രീയമായ മറുപടിയാണ് PK നവാസ് പറഞ്ഞത്. രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിക്ക് BJP ഇതിന് ബദലായി അധികാരത്തിൽ വരാനോ പ്രതിപക്ഷത്തിരിക്കാനോ പിന്തുണ കൊടുക്കുന്നത് ലീഗായിരിക്കുമെന്ന് മണ്ഡലം ഉറപ്പിക്കുന്നു. അതുകൊണ്ടാണ് ലീഗിന്റെ വോട്ട്. അരുണേ, ഞാൻ പറഞ്ഞത് കേൾക്കൂ. ഇതിന് ഞങ്ങൾക്ക് വിശ്വാസ്യതയുള്ള നിലപാട് മുന്നിലുണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. 2004 ഞങ്ങൾ എടുത്ത നിലപാട് എന്താ? ആ നിലപാട് ഈ നാട്ടിലില്ലേ? ഇന്ത്യ മുന്നണിക്ക് വിശ്വാസമുണ്ട്. ഇന്ത്യ മുന്നണിക്ക് ഞങ്ങൾ നമ്മൾ കണ്ട ചിത്രം ഇന്ത്യ മുന്നണി നേതാക്കന്മാർ വരിക്കുന്നു പത്രസമ്മേളനം നടത്തുന്ന. നിങ്ങൾ അതിന്റെ കൂടെ ഉണ്ടോ ഇല്ലേ? നിങ്ങൾ തീർത്തു പറ. ഞങ്ങളുണ്ട്. ഇന്ത്യ മുന്നണിയുടെ കൂടെ നിൽക്കുമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ മുന്നണിക്കൊപ്പമുണ്ട്. ശരി. വെറുതെ തമ്മിൽ തല്ലി സമയം സീറ്റുമായി നരേന്ദ്രമോദി അധികാരത്തിൽ വരും. വെറുതെ പ്രതിപക്ഷത്തിന് രവി 400 സീറ്റ് എന്ന് പറഞ്ഞല്ലോ. ഇപ്പോ ഉള്ള സീറ്റിൽ നിന്ന് ഒരു സീറ്റ് എവിടുന്നാ കിട്ടുക കൂടുതൽ? അതൊക്കെ കൃത്യമായി ശ്രീലങ്കയിലോ ചൈനയിലോ തെരഞ്ഞെടുപ്പ് നടക്കണം. ഒന്നിന്റെ പേര് പറയേ ബേട്ടാ, ഒന്നിന്റെ പേര്. ഒരധികം സീറ്റ് കിട്ടുന്ന ഒരു സ്റ്റേറ്റിന്റെ പേര് പറ. നിങ്ങൾ നിലവിലുള്ള സീറ്റിനേക്കാൾ ഒരു സീറ്റിന്റെ പേര് പറ. ഇവിടുന്ന് കൈയടിക്കുന്ന BJP അണികളെ കണ്ട് പറയരുത്. അങ്ങനെയല്ല. ഇന്ത്യ മഹാരാജ്യത്തുള്ള
എല്ലാ സംസ്ഥാനങ്ങളിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുള്ള പോലെയല്ല. നിങ്ങളത് മനസ്സിലാക്കണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്നെല്ലാം പറഞ്ഞ ഒരു വലിയ പ്രചാരണം നടത്തി. അങ്ങനെ 19 സീറ്റും വാങ്ങി ഇവിടുന്ന് പോയി. ആ സാഹചര്യമല്ല. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ സീറ്റ് വാങ്ങി 400 സീറ്റുമായി ND അധികാരത്തിൽ വരും. ഞങ്ങളുടെ ഉറപ്പാണ്. ിയിൽ നിന്നും പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും കുരുക്ഷേത്രം തത്സമയം ആർക്ക് സാധ്യത ആർക്കാണെന്ന് ചോദിച്ചാൽ LDFന്റെ കൺവീനർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കിട്ടുന്ന 2 മണ്ഡലങ്ങളാണ് പൊന്നാനിയും മലപ്പുറവും. പിന്നെ തർക്കിക്കേണ്ട കാര്യമില്ല. തർക്കിക്കേണ്ട കാര്യമുണ്ടോ ശ്രീജയൻ? ലീഗിന്റെ LDFന്റെ കൺവീനർ തന്നെ നേരത്തെ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നിങ്ങൾ മത്സരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിന്റെ കൺവീനർ പറഞ്ഞതിനെ വളച്ചൊടിച്ചിട്ടാണ് പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞത്. ഇവിടെ ഒറ്റയ്ക്ക് മത്സരിച്ചല്ലോ ഈ 2 മണ്ഡലത്തിലും. മലപ്പുറത്ത് ന്റെ ചരിത്രം ഇവിടെ അല്ലേ? മഞ്ചേരി മണ്ഡലത്തിൽ ഇവർ ഒറ്റയ്ക്ക് ഈ വളാഞ്ചേരി എന്നല്ലേ സംസാരിച്ചത്. എന്താ മൂട്ടനെ കൊല്ലം പീരങ്കി വേണ്ടല്ലോ എന്ന് പറഞ്ഞ നാടാവത് കുഞ്ഞാലിക്കുട്ടിനെ തോൽപ്പിച്ചു. പിന്നെ എന്തിനാ വാദം? സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ജയരാജൻ പറഞ്ഞ വാക്കുകളെ വളച്ചൊടിക്കണ്ട. ജയരാജൻ പറഞ്ഞത് മണ്ഡലത്തിലെ വോട്ടർമാർ ശിരസ വഹിച്ചാൽ വലിയ ഭൂരിപക്ഷത്തിൽ കയറി പോകും. അതിനുള്ള ഉദാഹരണങ്ങളാ പറഞ്ഞ. അങ്ങനെ ശിരസ വഹിക്കൂല. ഈ പൊന്നാനി 47 വർഷക്കാലമായി ലീഗിന് 6 സീറ്റിന് അർഹതയുള്ള പാർട്ടിയാണെന്ന് പറഞ്ഞ ഈ CPM. എന്നിട്ട് ഇപ്പൊ CPM-കാർ ഇവർ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കി വെച്ചിട്ട് പറയാണ് വെറുതെ മത്സരിക്കാണ്. ഇത് തിരിച്ചു പ്രചരിപ്പിക്കുകയാണ്. കള്ളം പറയാണ്. ചോദ്യത്തിനുള്ള മറുപടി ആയിട്ട് ഓറലായിട്ട് പറയുന്ന കാര്യങ്ങൾ അതും നിലപാടല്ല. CPIM-ന്റെ നിലപാടല്ല. പറയുന്നത് മുന്നണിയുടെ നിലപാടല്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാ പിന്നെ ലീഗിനെ തോൽപ്പിച്ച നേതാക്കന്മാരുണ്ടല്ലോ, അവരെ മത്സരിപ്പിക്കണ്ടേ? എന്തിനാ ഈ അംശയെ കൊണ്ടുവന്ന്? ചുരുക്കത്തിൽ ഞാൻ ചോദിക്കട്ടെ, ജയരാജൻ പറഞ്ഞു പറഞ്ഞ വാക്കുകളെ സാധൂകരിക്കാൻ CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റിയോ CPIM-ന്റെ നേതൃത്വം ഒന്നും പറഞ്ഞിട്ടില്ല. CPIM-ന്റെ നിലപാട് പറഞ്ഞ CPIM-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയോ. അദ്ദേഹം ചോദിച്ചതുപോലെ ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ പൊന്നാനിയും മലപ്പുറവും ലീഗിൽ കിട്ടുമോ എന്നുള്ള ഉദാഹരണമല്ല ഇവിടുന്ന് മത്സരിച്ച് ജയിച്ചത്. ഈ പൊന്നാനി ആകെ പറയാൻ ഒരൊറ്റ ഉദാഹരണമേ ഉള്ളൂ. അന്ന് മഞ്ചേരിയിൽ ഒരു ചോദിച്ചോ BJPക്ക് കിട്ടിയെന്ന് പറയുന്നു. അത് കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷത്തിലുള്ള വോട്ട് സ്പ്ലിറ്റായി പോയതുകൊണ്ടാണ്. കേവലം 35% വോട്ടാണ് BJPക്ക് കിട്ടിയത്. അങ്ങനെ 35% വോട്ട് മേടിച്ചുകൊണ്ട് മതേതര ഇന്ത്യക്ക് ശാപമായി BJP അധികാരത്തിൽ വന്നു. അതിന് വ്യത്യസ്തമായി ഈ പ്രാവശ്യം ഇന്ത്യ മുന്നണി ശക്തമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൽ മാറി നിൽക്കുന്ന 2 കക്ഷി CPM-ഉം CPI-ഉമാണ്. അവർ അഖിലേന്ത്യാ നേതൃത്വത്തിന് താല്പര്യമുണ്ട്. പക്ഷെ അവർ പേടിച്ചു നിൽക്കുന്നത് അവർ നിലപാടെടുത്താൽ കെജ്രിവാളിനെ പോലെ കേരളത്തിലെ മുഖ്യമന്ത്രിയും ജയിലിലാകുമോ എന്നൊരു ഭയം. ആ ബയറ്റ് അന്വേഷണ ഏജൻസി ഇവരെ കയ്യിൽ തന്നെയല്ലേ? ഒന്നിങ്ങോട്ട് വന്നു നോക്കട്ടെ, അപ്പൊ വിവരം അറിയും. ഇന്ന് തൃശ്ശൂരിൽ അടിയന്തര യോഗം നടന്നു. അരുൺ, തൃശ്ശൂരിൽ അടിയന്തര യോഗം നടന്നിട്ടുണ്ട്. തൃശ്ശൂരിൽ അടിയന്തര യോഗം നടന്നിട്ടുണ്ട്. ജയൻ അറിയേണ്ടത് മന്ത്രി AC മൊയ്തീൻ പിടിച്ചുകൊണ്ടുപോയി അകത്ത് വെച്ചപ്പോ കണ്ടില്ലല്ലോ. അഴിമതി നടത്തുക. ഇന്നലെ രാത്രി അറസ്റ്റ് നടന്നപ്പോൾ ഇന്നലെ ഒരു അന്വേഷണ ഏജൻസി വരില്ല. അടിയിൽ കനമുള്ളവനെ ഭയക്കേണ്ടതുള്ളൂ. അടിയിൽ കനമില്ലാത്തവനെ ഭയക്കേണ്ടതില്ല. പരാതിയിലാണ് ED അന്വേഷണം നടത്തിയത്. ഈ AC മൊയ്തീനെതിരെ നിങ്ങളുടെ ED-യുടെ അന്വേഷണത്തിൽ കുറ്റപത്രത്തിൽ പേരുണ്ടോ? AC മൊയ്തീന്റെ നിങ്ങൾ ഈ പറയുന്ന സാങ്കേതിക പ്രശ്നത്തിലാണ്. സാങ്കേതികമല്ല, അതാണ് വസ്തുത. ഇതുമായി ബന്ധപ്പെട്ട് ഓരോ സ്റ്റേജിൽ അന്വേഷണം നടത്തുകയാണ് ED. സംസ്ഥാന ഗവൺമെന്റ് ഒരു തരത്തിലും സഹകരിക്കുന്നില്ല. സംസ്ഥാന ഗവൺമെന്റിന് അന്വേഷണം മാധ്യമങ്ങൾ പറ കരുവന്നൂരിലെ പണം എങ്ങോട്ടാ പോയത്? ആരാ കൊണ്ടുപോയത്? BJP ആണോ കരുവന്നൂർ ബാങ്ക്? CPM അല്ലേ? ഇവർ തമ്മിലുള്ള അടി ജനങ്ങളെ വിഡ്ഢിയാക്കാൻ വേണ്ടിയാണ്. കാരണം നമുക്കറിയാം സുരേന്ദ്രന്റെ കള്ളപ്പണ കേസ്, അതുപോലെ ലാവ്ലിൻ കേസ് 38 പ്രാവശ്യമാണ് മാറ്റിവെച്ചത്. ഇത് പരസ്പര ധാരണയുടെ ഭാഗമാണ്. ഞങ്ങൾ തീർത്ത് പറയുന്നു,
ഈ പ്രാവശ്യം ഇടതുപക്ഷം സഹകരിച്ചാലും ഇല്ലെങ്കിലും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും, ഒരു സംശയമില്ല. അങ്ങനെ ഇന്ത്യയുടെ ഭരണഘടന നിലനിൽക്കും. അതായത് പൊന്നാനി മണ്ഡലത്തിൽ ഇത്തവണ UDF സ്ഥാനാർത്ഥിയുടെ വോട്ട് 1.5 ലക്ഷം കടക്കുമെന്നാണോ ഭൂരിപക്ഷം? 2 ലക്ഷത്തിന് മേളിൽ 2 ലക്ഷത്തിന് മുകളിൽ പോകും. കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ തരംഗമായിരിക്കും. അങ്ങനെ ഒരു തരംഗത്തിനുള്ള സാധ്യതയുണ്ടോ? എന്താ ചെറുപ്പക്കാരെ താങ്കൾക്ക് തോന്നുന്നത്? തരംഗം എന്ന് പറയല ഒരു തരംഗം ഇവിടെ ഉണ്ടാവില്ല. വെറുതെ നമ്മളിപ്പോ ഈ പറഞ്ഞ ഇന്ത്യ മുന്നണി പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ പ്രവർത്തിക്കാൻ ആൾക്കാർ വേണം. നിങ്ങളിപ്പോ ഈ പറഞ്ഞ നിങ്ങളുടെ ലീഡറെ മകളാണ് പത്മജ വേണുഗോപാലാണ് BJP-ലേക്ക് പോയത്. നിങ്ങളെ സ്വന്തം ആൾക്കാരെ പോലും നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ലാന്ന്. പിന്നെ എന്ത് ഇന്ത്യ മുന്നണി ഉണ്ടായിട്ട് എന്താണ് കാര്യം? നിങ്ങൾ എന്താ വെച്ചാൽ അത്രയും വലിയ നേതാക്കന്മാരെ കാര്യമില്ല. ഈ രാജേന്ദ്രൻ ദില്ലി പോയി BJP-യുടെ നേതാവിനെ കണ്ടത് എന്ത് കാര്യത്തിനാണെന്ന് പറഞ്ഞാൽ അത് വ്യക്തിപരമായ കാര്യം എന്താണ് വർഷം? പത്മജ വ്യക്തിപരമായ കാര്യത്തിൽ പോയതാണോ? കോൺഗ്രസ് ജനാധിപത്യ മതേതര കക്ഷിയാണ്. അതുകൊണ്ട് കോൺഗ്രസിൽ ആർക്കും സ്വാതന്ത്ര്യമുണ്ട്. BJP പറയുന്നേക്ക് ജനാധിപത്യ കക്ഷിയാണ്. അവൻ ഇഷ്ടപ്പെട്ട രാഷ്ട്രീയം സ്വീകരിക്കാൻ പോവാം. കോൺഗ്രസിലുള്ളവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷി സ്വീകരിക്കാൻ പറ്റുമോ? അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് കോൺഗ്രസിന്. സ്വാതന്ത്ര്യം വേറെ പാർട്ടിയിൽ പോകുന്നത് വേറെ. ആ സ്വാതന്ത്ര്യം CPM-ന് കൊടുത്താൽ നെല്ലിക്കാച്ച കഴിച്ചതുപോലെ മൊത്തം ഒഴി പോകുന്നതാണ്. ശ്രീജയൻ, യാതൊരു സംശയമില്ല. അല്ല, ഈ 2 ചോദ്യങ്ങളാണ്. അതായത് ഇന്ത്യ മുന്നണിക്ക് നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന പ്രധാനപ്പെട്ട വിമർശനങ്ങളിലൊന്നും നേരത്തെ ആ സുഹൃത്ത് ചോദിച്ചതുപോലെയാണ്. ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ് പാർട്ടിക്ക് എങ്ങനെ നിങ്ങൾ വിശ്വസിച്ചു നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തും? അപ്പുറത്ത് ചാടില്ലേ, മറുകണ്ഠം ചാടില്ലേ? അതിൽ ഇടതുമുന്നണിയല്ലേ വിശ്വസിക്കാൻ പറ്റൂ എന്നതാണ് ചോദ്യം. ഓക്കെ, ഞാൻ ആ ചോദ്യം ഉത്തരം പറയാം. എനിക്ക് 2 മിനിറ്റ് സമയം. ഇനി ഈ പ്രോഗ്രാമിനകത്ത് എനിക്ക് സമയം തന്നില്ലെങ്കിൽ കുഴപ്പമില്ല, മറുപടി പറഞ്ഞോട്ടെ. കുറെ കാലമായുള്ള ഒരു ചർച്ചയാണല്ലോ. യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് ആളുകൾ ഒഴുകുന്നു, ഒരു നറേഷൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അത് കോൺഗ്രസിന് രാഷ്ട്രീയമായ ഒരു ഐഡിയോളജിക്കലി ബേസ് ഇല്ലാതുകൊണ്ടാണെന്നുള്ള ആരോപണം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് മൊത്തമായി നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ, ഓരോ സംസ്ഥാനങ്ങൾ നിങ്ങൾ എടുത്ത് പരിശോധിക്ക്. BJP എന്ന് പറയുന്ന പാർട്ടി അധികാരം, പണം, അതുപോലെ തന്നെ അന്വേഷണ ഏജൻസികൾ, ഇത് 3 ഉപയോഗിച്ച് പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും ഭയപ്പെടുത്തലും ഉണ്ടാക്കി രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വശത്താക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓരോ സംസ്ഥാനങ്ങളും എടുത്ത് പരിശോധിക്കും. തൃണമൂൽ കോൺഗ്രസ് എടുത്താൽ ഈ ജനുവരി മാസത്തിലാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് തപസ് റോയെ ED അന്വേഷണത്തിൽ വെച്ചത്. ഫെബ്രുവരി മാസം അയാൾ BJP-യിൽ ചേർന്നു. ED അന്വേഷണം തീർന്നു. തൃണമൂൽ കോൺഗ്രസ് അല്ലല്ലോ, മറ്റൊരു പാർട്ടിയല്ലേ. നിങ്ങൾ അടുത്ത് SP എടുക്ക്. UP-ക്കകത്ത് 4 MLA-മാർ BJP-യിലേക്ക് പോയി. SP കോൺഗ്രസ് അല്ലല്ലോ, മറ്റൊരു പാർട്ടിയല്ലേ. നിങ്ങൾ ബീഹാറിലേക്ക് വന്നോ, ബീഹാറിലെ മുഖ്യമന്ത്രിയായിരുന്ന നിതീഷ് കുമാർ അപ്പുറത്തേക്ക് പോയി മുഖ്യമന്ത്രിയായി. കോൺഗ്രസ് അല്ലല്ലോ. ഇനി CPM-ലേക്ക് വായോ. CPM-ലേക്ക് വന്നാൽ CPM-ന്റെ തന്നെ MLA ബംഗാളിനകത്ത് BJP-യുടെ MP ആയി സിറ്റിംഗ് സീറ്റിൽ മത്സരിച്ചു. ഈ കോൺഗ്രസ് അല്ലല്ലോ, CPM അല്ലേ. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ പ്രശ്നം? കോൺഗ്രസ് ആണോ പ്രശ്നം? BJP ആണോ പ്രശ്നം? ഞാൻ പറഞ്ഞു മുഴുവനാക്കട്ടെ. ഓരോന്നും എടുത്ത് ഓരോ സംസ്ഥാനങ്ങൾ എടുത്ത് പരിശോധിക്കും. ഉദാഹരണത്തിന് മഹാരാഷ്ട്ര എടുക്കാം. മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ പാർട്ടി നമുക്കറിയാം. ഏറ്റവും വലിയ പാർട്ടി അവിടെ NCP-യും അതുപോലെ തന്നെ ശിവസേനയുമാണ്. ശിവസേനയെ നടുപിളർത്തി BJP, NCP-യെ പിളർത്തി BJP. എന്ന് വെച്ചാൽ BJP അപ്പുറത്തുള്ള രാഷ്ട്രീയ പാർട്ടികളെ വിലക്കെടുത്തോ ഭയപ്പെടുത്തിയോ അന്വേഷണ ഏജൻസി ഉപയോഗിച്ചോ തകർക്കുകയോ പിളർത്തുകയോ ആളെ കൊണ്ടുപോയി ചെയ്യുന്നുണ്ട്. അപ്പൊ കോൺഗ്രസിൽ നിന്ന് കൂടുതലായി പോകുന്നത് നമ്മൾ കാണുന്നു. അത് എന്തുകൊണ്ടാണ്? ഈ രാജ്യത്തെ മൊത്തം പാർലമെന്റ് സീറ്റുകൾ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഏകദേശം 70% പാർലമെന്റ് സീറ്റുകൾ ഉള്ളത് 14 സംസ്ഥാനങ്ങളിലാണ്. ഈ 14 സംസ്ഥാനങ്ങളിൽ 12 സംസ്ഥാനങ്ങളിൽ ഒന്നെങ്കിൽ ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ ഉള്ള പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് കോൺഗ്രസ് BJP സമയത്തുള്ള ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാമതാണ്. അതിൽ നിന്ന് ആളുകളുടെ എണ്ണം കൂടുതൽ കാണും എന്ന് കരുതി മറ്റുള്ളത് കണ്ടില്ലെന്ന് നടിക്കരുത്. ഇവിടെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ ഇവർ വേട്ടയാടുന്നുണ്ട്. ഇതൊന്നും ഒരു പാർട്ടിയിൽ നിന്ന് BJP-യിലേക്ക് പോകാനുള്ള കാരണമായി ഉയർത്തി കാണിച്ചുകൂടാ എന്ന് പറയുമ്പോൾ തന്നെ BJP-യുടെ അധാർമികതയാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അങ്ങോട്ട് വരുമ്പോഴും നമ്മൾ അറിയണത് അചഞ്ചലമായി ജയിലറിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുമ്പോഴും ആക്രമിക്കപ്പെടുമെന്ന് പറയുമ്പോഴും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കപ്പെടുമ്പോഴും ഒരു ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പോലും ഞങ്ങളുടെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി, ഇന്നലെ പറഞ്ഞ രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞത് ഞങ്ങൾ പൊരുതുകയാണ്, ഒരടി പോലും പിറകോട്ടില്ല എന്നാ കോൺഗ്രസ് പറഞ്ഞത്, എന്നാ രാഹുൽ ഗാന്ധി പറഞ്ഞത്. എന്ന് വെച്ച ഏതെങ്കിലും ഒരാൾ പോയതോ വന്നതോ, അത് CPM എന്നായാലും ഇവർ രാജേന്ദ്രൻ പോയാലും അത് ഇവർ ചിരിച്ച് സ്വീകരിച്ചതുപോലെ ചിരിച്ച് സ്വീകരിക്കുന്ന കൂട്ടത്തിലല്ല ഞങ്ങൾ. അത് ഇവരുടെ മാത്രം പ്രശ്നമല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. സമ്മതിച്ചു. വലിയ കണക്കുകളൊക്കെ താങ്കൾ പറഞ്ഞു, വളരെ കൃത്യവുമാണ് നിരീക്ഷണം. പക്ഷേ നിങ്ങളുടെ UDF-ന്റെ നോമിനിയായ വൈസ് ചാൻസലറായ അബ്ദുൽ സലാം ഇന്ന് മലപ്പുറത്ത് BJP-യുടെ കാൻഡിഡേറ്റ്. ഞാൻ പറയാം. അബ്ദുൽ സലാം ആണെങ്കിൽ പോലും ഞാൻ പറയുന്നു, അബ്ദുൽ സലാം
ആണോ, എന്താണ് ആത്മജ വേണുഗോപാലാണോ, അനിൽ ആന്റണിയാണോ? ഞാൻ പറഞ്ഞ പോയിന്റുകളാണ്. ഇവർ അധികാരം ഉപയോഗിച്ച്, ഇവർ ഈ പണം ഉപയോഗിച്ച്, ഇവർ അന്വേഷണ ഏജൻസി ഉപയോഗിച്ച് ഭയപ്പെടുത്തിക്കൊണ്ടല്ല. ഇപ്പൊ എങ്ങനെ അരവിന്ദ് കെജ്രിവാൾ എങ്ങനെ അകത്ത് പോയത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? തൊട്ടപ്പുറത്ത് കർണാടകയിൽ ശിവകുമാർ, ഞാൻ പറയട്ടെ ശിവകുമാറിനെ പ്രയാസപ്പെടുത്തിയെന്നത് ഒരടി പിറകോട്ട് നിങ്ങൾക്ക് ഈ പത്മജ വേണുഗോപാലിനെയും അനിൽ ആന്റണിയെയും പോലെയുള്ള അബ്ദുൾ സലാമിനെയും പോലെയുള്ള കക്ഷികളെ കിട്ടത്തുള്ളൂ. എന്താ അങ്ങനെ പറയുന്നത്? കൂടെ വന്ന ഒരു 10 പേര് വരാൻ പറ്റുന്ന ആൾക്കാരില്ലേ? കൂടെ ഇറങ്ങിയ 10 പേര് കൂടെ വരാൻ ശേഷിയുള്ള ഒരു പഞ്ചായത്തിൽ നിന്ന ഒരു വാർഡ് മെമ്പറെങ്കിലും ആവാൻ ത്രാണിയുള്ളവരെ കൊണ്ടുപോയിട്ടല്ലേ കാര്യമുള്ളൂ. പ്രതിനിധി ഈ അബ്ദുൾ സലാം മലപ്പുറത്ത് ഒരു പഞ്ചായത്തിൽ നിന്നാ വിജയിക്കൂ. അല്ല, ഇവരൊന്നും അതിന് കൊള്ളാത്തവരാണെന്നാണ് നിങ്ങൾ വിജയിച്ച ഒരു സ്ഥലം പറ. അനിൽ ആന്റണി വിജയിച്ചത് പറ, അബ്ദുൾ സലാം വിജയിച്ചത് പറ, പത്മജ വിജയിച്ച സ്ഥലം പറ. അബ്ദുൾ സലാം കൊള്ളാത്തവരാണല്ലോ ആ ജീപ്പിൽ നിന്ന് ഇറക്കി വിട്ടത്. പക്ഷേ കൊള്ളാത്ത അബ്ദുൾ സലാമിനെ നിങ്ങൾ കാലിക്കറ്റ് സർവകലാശാലയുടെ VC ആക്കി. ഉൾപ്പെടെയുള്ളവരുടെ ഒരു ഇൻഡിവിജ്വൽ എന്ന രീതിയിൽ അങ്ങനെ പറഞ്ഞു പോകരുത്. അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റൂല. നിങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പാർട്ടിക്ക് സാധിക്കാത്തത് കൊണ്ട് നരേന്ദ്രമോദിയെ പോലുള്ളൊരു നേതാവ് വന്നപ്പോ, നേരത്തെ കോൺഗ്രസിൽ ഇന്ദിരാഗാന്ധി ഉള്ളപ്പോഴും തെറ്റുകൾ ഒരുപാട് അടിയന്തരാവസ്ഥ കാലത്തുണ്ടെങ്കിലും ലീഡർഷിപ്പിനെ അംഗീകരിച്ചുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് ആളുകളുണ്ട്, രാജീവ് ഗാന്ധി വരെ. ഇപ്പൊ കോൺഗ്രസിന് നേതൃത്വം കൊടുക്കാൻ ആളില്ലാത്തത് കൊണ്ട് ആ നേതൃത്വത്തിന് കൊണ്ട് രാജ്യം ഭരിക്കാൻ സാധിക്കില്ല എന്നും മോദിയെ പോലൊരു നേതാവ് വന്നപ്പോ ഈ പാർട്ടിയിലേക്ക് ആളുകൾ വരികയാണ്. അതിന് വെപ്രാളപ്പെട്ടൊരു കാര്യമില്ല. അഴിമതിക്കാരാണല്ലോ നിങ്ങൾ ഭയപ്പെടുന്നത്. ആളുകൾ പേടിക്കുന്നുണ്ട്, ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പേടിക്കുന്നുണ്ട്, IT-നെ പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോകുന്നുണ്ട്. മറ്റൊരു പ്രശ്നം, ഇവര് VK മാധവൻകുട്ടിനെ അഡ്വക്കേറ്റ് രത്നസിംഗിനും ലീഗിനെ അറിയില്ലേ? ലീഗിന്റെ കോലീബി ഇവര് മറന്നുപോയതാണ്. തരാതര നിറമാർന്ന സാധനമാണ് ലീഗ്. അതുകൊണ്ട് ഇവർക്ക് അറിയാം. അല്ല, പറഞ്ഞു വെച്ച് പോവല്ല, സഖ്യമുണ്ടാക്കി മറുപടി പറയും. ഒരു നിമിഷം സാർ, കോലീബിയുടെ പഴയ ചരിത്രം ഇതിൽ പോയി നമ്മൾ അവിടെ നിൽക്കത്തില്ല. കോലീബി ഇപ്പോഴുണ്ട് എന്ന് നിങ്ങൾക്ക് എന്തായാലും ഒരു നിലപാടില്ലല്ലോ. കോലീബി ഇപ്പൊ BJP-യും RSS-ഉം ലീഗും UDF ഒരു പെട്ടിയിലേക്ക് വോട്ടിടാൻ പോണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ തകർക്കാൻ വരും. അന്വേഷണ ഏജൻസികൾ വന്നില്ല എന്ന് പറഞ്ഞ അഭിപ്രായം പറയുന്നത് കോൺഗ്രസ്, BJP അല്ല. കോലീബി ഇപ്പോഴും സജീവമാണ്. അരുണ ചോദ്യം പോലും ചോദിച്ചത് ജയേട്ടന്റെ മറുപടിയിൽ ജയേട്ടൻ അങ്ങനെ മറുപടി പറയുന്ന ഒരാളാണ്. ഒരു ആക്ഷേപത്തോടു കൂടി ഇങ്ങനെ പറഞ്ഞു പോകുന്നത് വസ്തുതയുടെ അടിസ്ഥാനപരമായി ഒരു വസ്തുവില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതാണ്. അല്ലാതെ കോലീബി തെരഞ്ഞെടുപ്പിലുണ്ടെന്ന് പറയാൻ എന്ത് ഡാറ്റയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? വെറുതെ എന്തെങ്കിലും തെരഞ്ഞു പോവാ. ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ആളുകൾ കോലീബി ഉണ്ടെന്ന് പറയാൻ അങ്ങനെ വ്യക്തികളല്ല പൊന്നാനിയെ വോട്ടർമാർ എന്ന് കരുതി നിൽക്കണ്ട. പൊന്നാനിയെ കൃത്യമായി വോട്ട് ചെയ്യാൻ എന്തെങ്കിലും പറഞ്ഞ് അതിന് പുറകെ പോകുന്നവരല്ല. അങ്ങനെ ഉണ്ടാക്കരുത്. താനൂരിൽ നിങ്ങൾ വാങ്ങിയ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം, താനൂർ മുനിസിപ്പാലിറ്റി പ്രതിപക്ഷം ആരെന്നറിയോ? BJP. ആ BJP-യുടെ വോട്ട് മുഴുവൻ വാങ്ങിയിട്ട് അവരുടെ വോട്ട് മുഴുവൻ വാങ്ങിയിട്ട് നിയമസഭയിൽ ജയിച്ചു വരുന്നത് നേതൃത്വം കൊടുത്ത ആളാ. വ്യക്തിപരമായി ആക്ഷേപിക്കല്ല, അത് നേതൃത്വം കൊടുത്ത ആളാ ജയൻ. എന്നിട്ട് ഇവിടെ നിന്ന് പറയാണ് ഒരു സമയം ഒരാൾ കോലീബി ഇപ്പോ പ്രവർത്തന സജ്ജമാണെന്നുള്ളതാണ് ആരോപണം. ഒറ്റ വാചകത്തിൽ കോലീബി ഇപ്പോൾ പ്രവർത്തന സജ്ജമല്ലെന്ന് മാത്രമല്ല, കോലീബി എന്ന് പറഞ്ഞുകൊണ്ട് പിറകിലൂടെ BJP ഈ പറയുന്ന തൊട്ടപ്പുറത്തുള്ള CPM-ന്റെ വോട്ട് വാങ്ങിയതിന് തെളിവ് ഇവർ രണ്ടുപേരും കടന്നു വരുന്ന താനൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോലീബി ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് KC വേണുഗോപാൽ രാജ്യസഭാ അംഗത്വം വെടിഞ്ഞു ഇവിടെ വന്ന് മത്സരിക്കാൻ നിൽക്കുന്നത്. അതിന്റെ രാഷ്ട്രീയ ചർച്ച ചെയ്യപ്പെട്ടില്ലേ? നിങ്ങൾ നോക്ക്, ആ ചർച്ച ഇവിടെ ഉണ്ടായില്ലേ? ഇവിടെ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനാണ്. ഇവിടെ രാഹുൽ ഗാന്ധി എന്തിനാ വയനാട് വന്ന് മത്സരിക്കുന്നത്? BJP RSS-നാണ് പോരാട്ടെങ്കിൽ ഉത്തരേന്ത്യയിലല്ലേ മത്സരിക്കേണ്ടത്? ഇവിടെ എന്തിനാ മത്സരിക്കേണ്ടത്? ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ. ദേശീയ നിർവാഹക സമിതി വയനാട്ടിൽ മത്സരിക്കുന്നത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഇവിടെ മത്സരിക്കരുത്.
നിങ്ങൾ കർണാടകത്തിൽ മത്സരിക്കാം, ആന്ധ്രയിൽ മത്സരിക്കാം. ശരി 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 കേരളം ഇന്ത്യയിലല്ലേ? ബിജെപി കേരളത്തിലാണോ ബിജെപി ഉള്ളത്? നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾക്ക് ആ രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റിൽ 70% വോട്ട് വാങ്ങിയിട്ട് രാഹുൽ ഗാന്ധി ജയിച്ചു പോകുന്നത്. അവിടെ വന്ന് മത്സരിച്ചിട്ട് അവസാനം ഞങ്ങളില്ലാതാക്കുന്നു. വോട്ട് വാങ്ങിയിട്ട് കഴിഞ്ഞ രാഹുൽ ഗാന്ധി ജയിച്ചു പോയത്. രവി ഒറ്റ മിനിറ്റ് മറുപടി പറയണം. ഒറ്റ മിനിറ്റ്. താനൂരിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊട്ടു മുന്നത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച BJP സ്ഥാനാർത്ഥിയുടെ അതിനേക്കാൾ ഒരു വോട്ടെങ്കിലും കൂടുതലല്ലാതെ കുറഞ്ഞിട്ടില്ല. പറയുന്ന കേക്ക് അല്ലല്ല, വെറുതെ വാചകടിക്കല, വെറുതെ വാചകടിക്കല. പറയാൻ എനിക്ക് തന്ന 1 മിനിറ്റാണ്. അവിടെ നിൽക്കും, നിങ്ങളുടെ സമയം പറയട്ടെ. അപ്പൊ ഒരു വോട്ടെങ്കിലും കൂടുതലല്ലാതെ കുറഞ്ഞിട്ടില്ല. വോട്ട് പോയത് ലീഗിന്റെയും കോൺഗ്രസിന്റെയാണ്. അത് അബ്ദുറഹിമാൻ അറിയാം. അബ്ദുറഹിമാൻ പണ്ട് UDF ഇരുന്ന് ഈ പണി എടുത്തിരുന്ന ആളാണ്. ആ ബന്ധം ഉപയോഗിച്ച് വോട്ട് കൊണ്ടുപോയി. അത് CPM കിട്ടിയ വോട്ടാണോ അബ്ദുറഹിമാൻ കിട്ടിയ വോട്ടാണോ എനിക്കറിയില്ല. അതിൽ അവർ കുറ്റം പറയുന്നത് അവർ പരിശോധിക്കുക, ഞങ്ങൾ കുറ്റം പറയുന്ന കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, ഈ താനൂർ നിയോജക മണ്ഡലത്തിൽ പെടുന്നതാണ് പൊന്മുണ്ടവും ചെറിയമുണ്ടും ഉൾപ്പെടെയുള്ള പ്രദേശം. അവിടെ കോൺഗ്രസ് വേറെയും ലീഗും CPM കൂടി മത്സരിച്ച് ഭരണത്തിലുണ്ടായിട്ടുണ്ട്. തെളിവ് നവാസിന് അറിയില്ലെങ്കിൽ ഞാൻ പറയാം, അന്ന് ഏരിയ സെക്രട്ടറിയാണ് നേതാവിന്റെ നേതൃത്വത്തിലാണ് CPM ബന്ധം 13 പഞ്ചായത്തിൽ ഈ ജനങ്ങളെ സാക്ഷി നിർത്തി ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഇപ്പൊ രവിയേട്ടൻ കണക്ക് പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കുന്നത് നിയമസഭയിൽ കച്ചവടം ഉണ്ടെന്ന അഭിപ്രായം ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ മുനിസിപ്പാലിറ്റി, ഞാൻ പറയട്ടെ, ഞാൻ പറയാം, നിങ്ങൾക്ക് താനൂർ മുനിസിപ്പാലിറ്റിയിൽ എത്ര മെമ്പർമാരുണ്ട്? നിങ്ങൾ പറ, എത്ര മെമ്പർമാരുണ്ട്? ഞങ്ങൾക്ക് എത്ര മെമ്പർമാരുണ്ട് നിങ്ങൾക്ക് പറയാ. എത്ര മെമ്പർമാരുണ്ട്? അവിടെ ഏറ്റവും കൂടുതൽ മെമ്പർമാർ രണ്ടാമത്തെ കക്ഷി നിങ്ങളല്ലേ? ഏറ്റവും കൂടുതൽ മെമ്പർമാർ രണ്ടാമത്തെ കക്ഷി നിങ്ങളല്ലേ? ആ മുനിസിപ്പാലിറ്റിക്കകത്ത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര വോട്ട് നിങ്ങൾക്കുണ്ട്? ഈ കഴിഞ്ഞ നിയമസഭ എത്ര വോട്ടുണ്ട്? പറ, കണക്ക് പറ, കണക്ക് പറ, കണക്ക് പറ, കണക്ക് പറ, കണക്ക് പറ, പറയട്ടെ, ചോദിക്കാനുള്ളത് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോടാണ്. സഖാവി EMSന്റെ കൂടി മണ്ണായ ഈ മലപ്പുറം ജില്ലയിൽ നിന്ന് അനവധി വിപ്ലവ വീര്യം പുലർന്നിട്ടുള്ള അനവധി സഖാക്കള് ഈ പ്രവർത്തന മേഖലയിൽ പോസ്റ്റ് ഒട്ടിച്ചും മുദ്രാവാക്യം വിളിച്ചും വളർന്നു വന്നിട്ടുള്ള ഈ പ്രദേശത്ത് ഇവർക്ക് എന്താ സ്വഭാവശുദ്ധിയുള്ള ഒരാളെ ഈ ഇലക്ഷന് മത്സരിപ്പിക്കുന്നതിന് വേണ്ടി CPM എന്ന ഇടതുപക്ഷ ചിന്താഗതിയുള്ള ഒരാളെ കിട്ടാത്തത് കൊണ്ടാണോ ഈ ഇലക്ഷന്റെ 28-ാം ദിവസം ലീഗിൽ നിന്നോ കോൺഗ്രസ് നിന്നോ ഓരോ ആളുകളെ ചാക്കിട്ട് പിടിച്ചോണ്ടിരിക്കുന്നത്? അതെ, കറതീർന്ന സഖാവിനെ കിട്ടിയില്ലേ ഇവിടെ മത്സരിക്കാൻ എന്നതാണ് ചോദ്യം. ഞാൻ വരാം അങ്ങയിലേക്ക്. മറുപടി ഏറ്റവും ഒടുവിൽ. ഇനി ഇവിടെ സംസാരിക്കാൻ ആരാ? പറഞ്ഞോ, അത് ആരോടാ ചോദ്യം? ലീഗിന്റെ പ്രതിനിധിയോടാണ്. ലീഗ് പറഞ്ഞു, ഇവിടെ പ്രതിനിധി പറഞ്ഞു മുന്നേ ഇവരൊക്കെ UDF ഒന്നാണ്, ഒറ്റക്കെട്ടായിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. പക്ഷെ അവിടെ ചെന്ന് ബില്ലുകൾ പാസ്സാക്കുമ്പോൾ, ഇപ്പോൾ NIA ബില്ല് പോലത്തെ ബില്ലുകൾ പാസ്സാക്കുമ്പോൾ UDFന്റെ കോൺഗ്രസിന്റെ അംഗങ്ങളെല്ലാം ഇതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യുകയും ലീഗ് ഇറങ്ങിപ്പോവുകയും ചെയ്യുകയാണ് ചെയ്യുക. പിന്നെ എങ്ങനെയാണ് ഇവിടെ ഒറ്റക്കെട്ടായി എന്ന് ഇവർ പറയുന്നത്? NIA പോലുള്ള വിഷയങ്ങളിൽ പ്രതിഷേധിക്കുമ്പോൾ സഭ ബഹിഷ്കരിച്ചു പോകുന്നൊരു പതിവ് നിങ്ങൾക്കുണ്ടല്ലോ എന്നാണ്. NIA കാര്യത്തിൽ അത് വസ്തുതാവിരുദ്ധമാണല്ലോ. NIA കാര്യത്തിൽ ലീഗ് വോട്ടിട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് ആണ് അതാണ് പറഞ്ഞത്. ലീഗ് വോട്ടിനിട്ടു, കാര്യത്തിലും ലീഗ് വോട്ടിട്ടു, വോട്ടിനിട്ടു. പക്ഷെ കോൺഗ്രസ് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണത്. വോട്ടിടാതെ ബഹിഷ്കരിച്ചു. അത് ശരിയല്ല. അത് ശരിയാ. NIA കാര്യത്തിൽ, CA കാര്യത്തിൽ അതെല്ലാം വോട്ടിട്ടു. അല്ല, NIA കാര്യത്തില് മുത്തലാഖ് ബില്ലിന്റെ കാര്യത്തിലൊക്കെ എന്ത് നിലപാടാണ് ഇവര് സ്വീകരിച്ചത്? ഇവര് ഒന്നായിട്ട് ഇവിടുന്ന് പോകുന്നു, പക്ഷെ ഒന്നിച്ചുള്ള നിലപാടല്ല അവിടെ ചെന്നിട്ട് എടുക്കുന്നത്. ലീഗ് ഇവിടെ പറയുന്നത് ഒന്നിച്ചുള്ള നിലപാടാണ്, എന്നാൽ അവിടെ നിലപാടാണ്. ഓക്കെ, പാർട്ടി ക്ലാസിന്റെ പ്രശ്നമാണ്. പാർട്ടി ക്ലാസിന്റെ ഏറ്റവും ഒടുവിൽ മറുപടി. 543 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇപ്പോൾ BJP മത്സരിക്കുന്നു. എങ്ങനെയാണ് ഇടതുപക്ഷം ഈ 60 മണ്ഡലത്തിൽ മാത്രം നിന്നിട്ട് ഒരു ബദലാവുക? അതൊന്ന് വ്യക്തമാക്കണം. CPM എന്ത് ബദലാണുള്ളത്? ആരാ നിങ്ങളുടെ പ്രധാനമന്ത്രി? ഇതാണ് ചോദ്യം. ചോദിച്ചോ. ആരാ? BJPക്കെതിരെ ഇടതുപക്ഷ BJPക്കെതിരെ ശക്തമായ പ്രതിരോധ പ്രവർത്തനം LDF നടത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ തൊട്ടു മുമ്പേ 2 ആളുകൾ സൂചിപ്പിച്ചതുപോലെ ഒന്ന് പൗരത്വ വിഷയത്തിൽ ഇവിടെ കേസ് എടുത്തിട്ടുണ്ട്, ഒരുപാട് കേസുകൾ എടുത്തിട്ടുണ്ട്. ആ കേസുകൾ പിൻവലിച്ചോ? ഈ അവസാന ഘട്ടത്തിൽ പിൻവലിച്ച ഒരു ഘട്ടത്തിൽ നമ്മൾ
പിന്നെ മാധ്യമങ്ങളുടെ ചർച്ചകളിൽ ഈ ചോദ്യങ്ങൾ CPM ന്റെ പ്രതിനിധിക്ക് വന്നപ്പോൾ അതുപോലെ തന്നെ തൊട്ടു മുമ്പ് ആ പ്രതിനിധി ഇവിടെ ഒരു മിനിറ്റ് ചോദ്യം ചോദിച്ചപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി പിന്നെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും നയങ്ങളെ കുറിച്ചിട്ട്. ഇവിടെ നമുക്ക് മുമ്പിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് ഏക സിവിൽ കോഡ്, അതിൽ CPM ന്റെ നയം എന്താണ് എന്നുള്ളത് ഒരു മിനിറ്റ് മുഴുവനാക്കട്ടെ. രണ്ടാമത്തെ ചോദ്യത്തില് ഇതൊക്കെ കുറെ കാലങ്ങളോടെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം, മലപ്പുറത്തെ കുട്ടികളുടെ മലപ്പുറത്തെ വിദ്യാർത്ഥികളുടെ തട്ടമയിപ്പിക്കുന്നത് CPM ഇവിടെ അധികാരത്തിലുള്ളത് കൊണ്ടാണ്, CPM ന്റെ കഴിവ് കൊണ്ടാണ് തട്ടമയിപ്പിക്കുന്നത് എന്ന് ചോദിച്ച ചോദ്യങ്ങൾക്ക് അത്തരം പിന്നെ അത്തരം നയങ്ങളോട് യോജിക്കുന്ന ഒരാളായിട്ടാണ് ഈ KS ഹംസയെ മത്സരിപ്പിക്കുന്നതാണ് ചോദ്യം. ഓക്കെ, ഈ 2 ചോദ്യങ്ങളുണ്ട്. ചേട്ടാ എന്താ ആരോടാ ചോദ്യം? എനിക്ക് BJPയുടെ പ്രതിനിധിയോടാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ പണ്ടൊരു കവി പാടി, സ്വതന്ത്ര ഭാരത സങ്കല്പം സ്വർഗത്തേക്കാൾ സുന്ദരം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നെയാണ് ആ കവി പാടിയത്. ഏത് കവി? അത് ഞാനാണ്, ആ കവി ഇപ്പൊ ഞാനാണ്. ശരി. ആ സ്വതന്ത്ര ഭാരത സങ്കല്പം സ്വർഗത്തേക്കാൾ സുന്ദരം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 60 വർഷക്കാലം ഇവിടെ കോൺഗ്രസ് ഭരിച്ചു. ഈ കോൺഗ്രസ് ഇവിടെ ഭരിച്ചപ്പോ ഇവിടുന്ന് ബ്രിട്ടീഷുകാര് ഒരു മുട്ടുസൂചി പോലും ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത ലെവലിലാണ് ഇന്ത്യ ഇവിടെ എത്തിച്ചപ്പോ ഇവിടെ കോൺഗ്രസ് ഭരിച്ചിട്ട് 8 വർഷം കൊണ്ടാണ് ഈ കാണുന്ന ലെവലില് നിങ്ങൾ വികസനം കൊണ്ടുവന്നു എന്ന് പറഞ്ഞ്. പിന്നെ കോൺഗ്രസ് ഇവിടെ കാണാനായിരുന്നു. ഈ 60 വർഷക്കാലം ഇവിടെ എന്തൊക്കെ ഭരിച്ചു? നിങ്ങൾ വർഗീയത പറഞ്ഞ് ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും സിഖ് മതക്കാരനും മതമുള്ളവനും മതമില്ലാത്തവനും ഒത്തൊരുമയോടെ പോയ ആ ഇന്ത്യ, പഴയ ഇന്ത്യയെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരണം. അതിന് വർഗീയത കളിച്ചിട്ടാണ് BJP കളിക്കുന്നത്. സിഖ് റയോട്ട് എന്ന് കേട്ടിട്ടുണ്ടോ? ഡൽഹി കലാപം, അതെന്തായിരുന്നു സംഭവം? ഡൽഹി കലാപം കേട്ടിട്ടുണ്ട്. അപ്പൊ ശരി. അപ്പൊ ഇവിടെ എന്താ മറുപടി? ഇവിടെ എന്താ ആരാ പ്രതികരിക്കുന്നവരാ? എന്താ ആരാ സാധ്യത? സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നമ്മുടെ ഇന്ത്യ മുന്നണി എന്നൊക്കെ ലീഗിന്റെ നേതാവ് പറഞ്ഞു കഴിഞ്ഞു. വയനാട്ടില് ദേശീയ കമ്മിറ്റി അംഗം ആനുരാജ് മത്സരിക്കുന്നുണ്ട്. അതേ അവിടെ തന്നെ ദേശീയ കമ്മിറ്റി അംഗം രാഹുൽ മത്സരിക്കുന്നു. ഇതിന്റെ ലീഗിന്റെ UDF നിലപാട് എന്താ നമുക്ക് അറിഞ്ഞാൽ കൊള്ളാം. ഓക്കെ, ഒരു ചോദ്യം കൂടി, ഒറ്റ ചോദ്യം കൂടി. പ്രതികരിക്കാത്ത ഒരാളോട് പ്രതികരിക്കേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവരുത്തി മൈക്ക് വരാം. ആദ്യമായിട്ട് BJP പ്രതിനിധിയോടാണ്. കോൺഗ്രസ് ഇന്ത്യയിൽ എന്ത് ചെയ്തു എന്നൊരൊറ്റ മറുപടി എനിക്ക് പറയാനുള്ളൂ. ഇന്ന് BJP വിറ്റുതൊലയ്ക്കുന്ന സകല കമ്പനികളും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയതാണ്. ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെ തുടങ്ങി വെച്ച സ്ഥാപനങ്ങളാണ് തുച്ഛം വിലക്ക് സ്വകാര്യ മുതലാളി. മൻമോഹൻ സിംഗാണ് തുടക്കമിട്ടത് വിറ്റഴിക്കാൻ. അല്ല, അതല്ലേ ലിബറലൈസേഷൻ. വ്യത്യാസമുണ്ട്. ആ ലിബറലൈസേഷൻ കാലഘട്ടമായിരുന്നു, കാലഘട്ടത്തിന്റെ ആവശ്യമായി. അപ്പൊ വിറ്റഴിച്ചത് മൻമോഹൻ സിംഗ്, ഉണ്ടാക്കിയത് നെഹ്റു. അങ്ങനെ പറയൂ. അങ്ങനെയല്ല, അങ്ങനെയല്ല, കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. പൊതുമേഖലാ സ്ഥാപനം പറയൂ. ഡോക്ടർ അരുൺ, പുതിയ സൗകര്യങ്ങൾ ഇന്ത്യയിൽ എത്തുന്ന രാജീവ് ഗാന്ധി കാലം മുതൽ തുടർന്ന് വരുന്ന നയത്തിൽ മൻമോഹൻ സിംഗും അതിന്റെ ഭാഗമായിട്ടാണ് ഉദാരവൽക്കരണം ഇന്ത്യയിൽ കൊടുത്തത്. പക്ഷേ അതിനെ തെറ്റായ വഴിക്ക് കൊണ്ടുപോവുകയാണ് BJP ചെയ്തത്. ഒരു പ്രതികരണം കൂടി പറഞ്ഞോട്ടെ. എനിക്ക് ചോദിക്കാനുള്ള UDFന്റെ പ്രതിനിധിയോടാണ്. നമ്മുടെ പൗരത്വ ഭേദഗതി ബില്ല് ഇപ്പൊ പാസ്സായി. അതിനെതിരെ കോൺഗ്രസിന്റെ പ്രസിഡന്റോ രാഹുൽ ഗാന്ധിയോ എന്തെങ്കിലും ഇന്ത്യയിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞു? കോൺഗ്രസ് പറഞ്ഞു. ഇന്ത്യൻ പ്രസിഡന്റ് അല്ലെ, കോൺഗ്രസിന്റെ പ്രസിഡന്റ് മല്ലികാർജുൻ ഖർഗെയോ അദ്ദേഹം ആ കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്? പറഞ്ഞിട്ടില്ല. പറയാന്നാ പറഞ്ഞത്. എന്ന് പറയും 100 വർഷം കോൺഗ്രസിന്റെ പ്രതികരണം താങ്കൾ കാത്തിരിക്കുന്നു. അതിന് UDFന്റെ പ്രതിനിധികളുടെ ശബ്ദം ഒറ്റ മൈക്ക്, ഒറ്റ കാര്യം കൂടി പറഞ്ഞോ. ഹിന്ദു മതത്തില് ചന്ദനക്കുടി തൊടുന്നത് എന്ന് മുതൽ തുടങ്ങി? ആരാണ് ചന്ദനക്കുടി തൊടാൻ അർഹതപ്പെട്ടവര്? ഇപ്പോൾ ചന്ദനക്കുടി ഉത്ഭവിക്കുന്നത് ആരൊക്കെ? എന്തിന്റെ പേരിലാണ് ചന്ദനക്കുടി തുടങ്ങിയത്? ആ ചോദ്യം ഇവിടുത്തെ ഈ ഡിസ്കഷൻ തമ്മിൽ എന്താ ബന്ധം? BJP ഹിന്ദു മതത്തിന്റെ പേര് പറഞ്ഞു നടക്കുമ്പോ ഞങ്ങളൊക്കെ ഹിന്ദു പറഞ്ഞ ഞാൻ ചന്ദനക്കുടി തൊടാൻ പാടില്ല, ക്ഷേത്രത്തിൽ കിടക്കാൻ ഞങ്ങൾക്ക് പാടില്ല. ഇപ്പൊ ഈ പറഞ്ഞ ഹിന്ദുമതം തുടങ്ങി എന്ന് മുതൽ അതാണ് എല്ലാ മനുഷ്യരും ചന്ദ്രക്കുറി ഒട്ടത് എന്ന് മുതൽ ചോദ്യം. അതാണ് ചോദ്യം. അപ്പൊ ഒറ്റ കാര്യം പറഞ്ഞോ, ഒറ്റ ചോദ്യം ചേർത്ത് പിടിച്ചോ. നരേന്ദ്രമോദി പിന്നെ ലോകത്തിന്റെ വിശ്വഗുരുവാണ്. പിന്നെ 56 ഇഞ്ച് നെഞ്ചളവുണ്ട് എന്നൊക്കെ പറയുന്ന ഈ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന് ഒരു ഇതേവരെ ഈ 10 വർഷമായിട്ട് ഒരു സാമ്പത്തിക ശാസ്ത്രം രൂപപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. സാമ്പത്തിക ശാസ്ത്രം രൂപപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും കോൺഗ്രസിന്റെ സാമ്പത്തിക ശാസ്ത്രമാണ് അവർ കൊണ്ടുപോകുന്നത്. അത് എന്തുകൊണ്ട് കഴിയുന്നില്ല? പിന്നെ BJPയുടെ പ്രതിനിധിയോടാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ
ഇന്ദിരാഗാന്ധിയെയും പിന്നെ നരേന്ദ്രമോദിയെയും ഒരു തളപ്പിലിട്ട് കെട്ടരുത്. ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ഉരുക്ക് വനിതയാണ്. ഇന്ദിരാഗാന്ധിയുടെ കാരണം കൊണ്ടാണ് ഇന്ത്യ ഇന്നും ജനാധിപത്യമായി. ഓക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ചുരുക്കി പറയാം, 45 സെക്കൻഡ്സ് ഉള്ളി, 45 സെക്കൻഡേ ഉള്ളൂ. ഇവരിപ്പം പറഞ്ഞ ചോദ്യങ്ങൾ പ്രധാനമായിട്ടുള്ള സ്വതന്ത്ര ഭാരതത്തിന് ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും ഒക്കെയാണ് പറഞ്ഞത്. നമ്മുടെ രാജ്യത്ത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് രാജ്യത്തിൻ്റെ ഉണ്ടായിട്ടുള്ള വികസനം അതിന് തൊട്ട് മുന്നത്തെ വികസനം തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ അത്തരത്തിലൊരു പശ്ചാത്തല മേഖലയുടെ വികസനവും അതുപോലെ തന്നെ വൈദ്യുതീകരണം ഉൾപ്പെടെയുള്ള പ്രക്രിയയും ഉൾപ്പെടെ രാജ്യത്ത് ഒരു വികസനത്തിൻ്റെതായ അന്തരീക്ഷം ഉണ്ടായത് താരതമ്യേന കൃത്യമായ കണക്ക് വെച്ച് തന്നെ സർക്കാർ, ഞാനതൊരു കുറഞ്ഞ സമയത്ത് കണക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ കോൺഗ്രസ് ഇവിടെ പറഞ്ഞ സൂചിപ്പിച്ച NIA, അതേപോലെ തന്നെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, NIAയിൽ എന്താണ്ടായത്? കോൺഗ്രസ് ഒഴിഞ്ഞു കൊടുത്തു, BJPക്ക് ബില്ല് പാസ്സാക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. ഒറ്റ ചോദ്യത്തിന്റെ മുന്നിലാണ് പതറിയത്. നിങ്ങൾ നോക്കൂ, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ നിലപാടെന്താ? കുഞ്ഞാലിക്കുട്ടി എവിടെ എത്തിയത്? ആ തെരഞ്ഞെടുപ്പിൽ അവിടെ പോയി വോട്ട് ചെയ്യാൻ BJP RSSനെതിരായി വോട്ട് ചെയ്യാൻ ഇവരെ മുട്ടിടച്ചു. ഇപ്പൊ അവസാനം വന്ന നമ്മളെ ഇതുമായി ബന്ധപ്പെട്ട് രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്താ സംസ്ഥാന പ്രസിഡന്റിന്റെ അഭിപ്രായം? ഈ നിലപാടാണോ ലീഗിന്റെ നിലപാട്? മുത്തലാഖ് വിഷയത്തിൽ പറഞ്ഞു കഴിഞ്ഞില്ല. മുത്തലാഖ് വിഷയത്തിൽ എന്താ ലീഗിന്റെ നിലപാട്? എന്താ അവിടെ കോൺഗ്രസ് എടുത്ത നിലപാട്? പാർലമെന്റിൽ എതിർക്കാൻ കോൺഗ്രസ് ഉണ്ടായിരുന്നോ? ഒരു കോൺഗ്രസും അവിടെ എതിർത്തിട്ടില്ല. എതിർക്കാൻ ആരാ? യൂണിയൻ മുസ്ലിം ലീഗിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമാണ്. പിന്നെ പൗരത്വവും മറ്റേ ഇതുമായി പ്രഖ്യാപിതമാണ് നിലപാട്. 3 പോയിന്റ് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, രാഹുൽ ഗാന്ധി എന്തിനാണ് രാഹുൽ ഗാന്ധിയുടെ അതിന്റെ നിലപാട് എന്താണെന്നാണ്. അതിന് വളരെ സുന്ദരമായ ഒരു ഉത്തരവേ ഉള്ളൂ. മധുരയിലെ സ്ഥാനാർത്ഥി വെങ്കടേഷിനോട് ചോദിക്കുക, എങ്ങനെയെങ്കിലും ജയിപ്പിക്കപ്പാന്ന് അയാൾ പറയും. രാഹുൽ ഗാന്ധിയുടെ വോട്ടോ വെച്ചാൽ മത്സരിക്കുന്നത്. രാഹുൽ ഗാന്ധി ജയിക്കൽ അവരുടെ ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ഇവിടെ പറഞ്ഞത് ഈ തിരഞ്ഞെടുപ്പിന്റെ ഒരു പ്രാധാന്യമാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, 2 മുഖ്യമന്ത്രിമാർ ജയിലിൽ, ഉപമുഖ്യമന്ത്രി ജയിലിൽ, CA നടപ്പിലാക്കുന്നു, എല്ലാം തരത്തിലുള്ള അനീതിയും ഒരു ഭരണകൂടം ചെയ്യുന്നു. ഇവിടെ ഇന്ത്യയെ തിരിച്ചു പിടിക്കാൻ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിൽ നമ്മൾ ഇന്ത്യയെ തിരിച്ചു പിടിക്കാൻ നിൽക്കാൻ ചേട്ടന്റെ പാർട്ടി നാഷണൽ പെർമിറ്റ് നിലനിർത്താൻ മത്സരിക്കാൻ, ഇവർ നാഷണൽ പെർമിറ്റ് നിലനിർത്താൻ വേണ്ടി മത്സരിക്കാൻ. ആ പാണ്ടിലോറി പൊളിഞ്ഞു പോയിട്ടുണ്ട്. അതിന് നാഷണൽ പെർമിറ്റ് കിട്ടിയിട്ട് ഇന്ത്യക്കാർക്ക് ഒരു ഗുണമില്ല എന്ന് ബോധ്യപ്പെടണം. മൂന്നാമത്തെ ഒരു കാര്യം CA ആണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. CA കാര്യത്തിൽ ഒറ്റ വരി മാത്രം ഞാൻ പറയാം. മൂന്നാമത്തെ കാര്യത്തിൽ CAയുടെ കാര്യത്തിൽ ഒറ്റ കാര്യം മാത്രം പറയാം. CAയിൽ ഇന്ന് നാളെ മുഖ്യമന്ത്രി റാലി പ്രകടനം നടത്തുന്നുണ്ട് മലപ്പുറത്ത്. മലബാറിൽ മാത്രമല്ല CAക്ക് നടത്തേണ്ടത്, തിരുവനന്തപുരത്ത് പൊന്നാനിയുടെ രാഷ്ട്രീയ തുടുപ്പുകൾ എന്താണ് എന്ന് അന്വേഷിക്കുകയായിരുന്നു നമ്മൾ. ഇത് കുരുക്ഷേത്രം 2ാം എഡിഷനാണ്. പൊന്നാനിയിൽ എത്തുന്നത് രാഷ്ട്രീയ ചോദ്യങ്ങളോടുകൂടി പൊന്നാനിയിലെ വോട്ടർമാർ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. പൊന്നാനിയുടെ രാഷ്ട്രീയ മനസ്സിലെന്ത് എന്നതാണ് കുരുക്ഷേത്രം അന്വേഷിച്ചത്. വീണ്ടും നമ്മൾ നാളെ കണ്ടുമുട്ടും. മലപ്പുറത്ത് നിന്നുമായിരിക്കും തത്സമയം പ്രേക്ഷകർക്കൊപ്പം കുരുക്ഷേത്രം ചേരുക. നാളെ വൈകുന്നേരം 6:55 കുരുക്ഷേത്രം തത്സമയം മലപ്പുറം ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും. ഇനി